ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. മനോജ് ചേരുന്നുണ്ട് അതുല്യയുടെ വീട്ടിൽ നിന്നും. മനോജ്, ബന്ധുക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? നേരത്തെ തന്നെ അതുല്യ വലിയ രീതിയിലുള്ള പീഡനത്തിന് ഭർത്താവ് സതീഷിൽ നിന്ന് ഇരയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല പ്രാവശ്യവും ഇയാൾ തന്നെ വീട്ടിൽ വന്ന് കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം അതുല്യ നേരിട്ടത് വലിയ രീതിയിലുള്ള പീഡനം തന്നെയായിരുന്നു. ഒരു മകളുണ്ട്, 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെ കരുതിയാണ് പലപ്പോഴും അതുല്യ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കാരണവശാലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നൊരു ആരോപണം കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതുല്യ ആത്മഹത്യ ചെയ്യും എന്നുള്ളത്. അതുമാത്രമല്ല, സതീഷിന്റെ പല വിധത്തിലുള്ള പീഡനങ്ങളും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റൊരു രീതിയിലുള്ള ഒരു അപകട മരണമാണ് എന്നുള്ള സംശയവും അവർ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. മനോജ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് മകൾ ഇവിടെ നാട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മകളെ ഓർത്ത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം നിരന്തരമായി ഇങ്ങനെ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അതെല്ലാം സഹിച്ചും പുറത്തും അതില്ല കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ അമ്മ പറയുന്നത് നമുക്ക് മനസ്സിലാകും. അത്തരത്തിലൊരു സംശയ രോഗിയായാണ് ഈ സതീഷ് പെരുമാറിയിരുന്നത്. ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് ഇതിന്റെ തലേ ദിവസം വീട്ടിൽ അമ്മയെ വിളിച്ചിരുന്നു, സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നു. ഈ സമയത്തൊക്കെ മകൾക്ക് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്നോ ഒന്നും തന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും വീട്ടുകാർ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മകൾ ആത്മഹത്യ ചെയ്യില്ല, ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കണം, അത് പുറത്തു വരണമെന്നുള്ളതാണ്. സതീഷിനെതിരെ പരാതി നൽകുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുക്കുന്നത്. സതീഷിനെതിരെ നേരത്തെയും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതിനുശേഷം സതീഷിന്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ തരത്തിൽ ഈ സ്വാധീനിച്ച് വീണ്ടും അതൊക്കെ പ്രശ്നങ്ങളെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്താണ് വീണ്ടും സാധ്യതയിലേക്ക്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.